നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൃക്കകളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ റീന തോമസ് ആണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, താങ്ക് യു. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, വൃക്കകളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? വൃക്കകളെ പല രോഗങ്ങളും ഓൾമോസ്റ്റ് എനി ഡിസീസ് എഫക്ട് ചെയ്യാം. മെയിൻലി ഏറ്റവും കോമണസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഗ്ലോമറുലർ ഇൻഫ്ലമേഷൻ, ദാറ്റ് ഇസ് കിഡ്നിയുടെ ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻസ്, ഒബ്സ്ട്രക്ഷൻ. പിന്നെ അതുകൂടാതെ ഫെമിലിയൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങൾ കാണും. ചിലപ്പോൾ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് വൃക്കയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാം. അങ്ങനെ പല പല രോഗങ്ങളും നമ്മുടെ കിഡ്നിയെ എഫക്ട് ചെയ്യാം. ഡോക്ടർ, അതുപോലെ തന്നെ വൃക്ക രോഗങ്ങൾ എങ്ങനെ തടയാം? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വൃക്ക രോഗങ്ങള് ഇപ്പൊ നാളെ വേൾഡ് കിഡ്നി ഡേ ആണ്. ദാറ്റ് ഇസ് വ്യാഴാഴ്ച, സെക്കൻഡ് വ്യാഴാഴ്ച ഓഫ് എവറി മാർച്ച് വേൾഡ് കിഡ്നി ഡേ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് അതിന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ്. ബിക്കോസ് നാളെയാണ് നമ്മളൊരു വേൾഡ് വൈഡ് അതിന്റെ ഒരു പ്രോഗ്രാം ടു ബ്രിങ് ഡൗൺ കിഡ്നി ഡിസീസ്. സോ വാട്ട് ആർ ദ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? വാട്ട് ആർ ദ എങ്ങനെയാ നമുക്ക് എങ്ങനെ രോഗങ്ങളെ തടയാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദ്യം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഉണ്ടാവുമ്പോ തൊട്ട് ആന്റിനേറ്റൽ പീരിയഡ് തൊട്ട് നമ്മള് കൊച്ചിനെ വയറ്റിലുള്ളപ്പോൾ തന്നെ അൾട്രാസൗണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് അപൂർവമായിട്ട് കാണാം. അത് ആഫ്റ്റർ ബർത്ത് ടാക്കിൾ ചെയ്യണം. നമുക്ക് ഫെമിലിയലായിട്ട് ചില അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് സിസ്റ്റിക് ഡിസീസസ്, പോളിസിസ്റ്റിക് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ ഏറ്റവും കോമണസ്റ്റ് വൺ ഓഫ് ദ ഫെമിലിയലായിട്ട് വരുന്ന അത് കാണാം. ചിലപ്പോൾ ഫാമിലിയലായിട്ട് വരുന്ന ചിലപ്പോൾ കിഡ്നി ഡിസീസ് കാണാം. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം പിന്നെ ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ ശ്രദ്ധിക്കുകയും ചെയ്യണം, നമുക്കും അതിന്റെ എന്തെങ്കിലും ബാധ്യത കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ വേൾഡ് വൈഡ് ഒരു എപ്പിഡമിക് ആയിട്ട് വരുന്ന ഡയബറ്റിസ് ആണ്, ഹൈപ്പർ ടെൻഷൻ. ഡയബറ്റിസ് ആകുമ്പോഴത്തേന് നമ്മൾ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഷുഗർ കൺട്രോള് വളരെ നല്ലതായിട്ട് കൺട്രോൾ ചെയ്യണം. ബിക്കോസ് ഇതെന്താ, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ്? ഈ കിഡ്നി ഫിൽറ്ററിങ് യൂണിറ്റ്സ് ഈ കോഡ് ഓൾമോസ്റ്റ് എവ്രിതിങ് ഗെറ്റ്സ് ഫിൽറ്റർഡ് ഔട്ട്. നമ്മൾ കഴിക്കുന്ന സംഗതിയുടെ ബൈ പ്രോഡക്ട്സ്, ദേഹത്തോട്ട് ചെല്ലുന്ന മരുന്നുകളുടെ ബൈ പ്രോഡക്ട്സ്, നമ്മളിപ്പോൾ ചില പ്ലാന്റിന്റെ, നമ്മൾ യൂട്യൂബിൽ കാണുന്ന ചിലപ്പോൾ പ്ലാന്റിന്റെ കോൺകോഷൻസ് ആയിരിക്കും അത്. അപ്പൊ എന്തുവാണെങ്കിലും കിഡ്നി അതിനെ ഫിൽറ്റർ ചെയ്യുന്നത്. ഈ ഫിൽറ്ററിങ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ കിഡ്നിക്കകത്തും ഒരു 1 മില്യൺ ഫിൽറ്ററിംഗ് യൂണിറ്റ്സ് ഉണ്ട്. ഇത് അരിപ്പ പോലെ. അപ്പൊ അതിനകത്തൂടെ ഈ അരിപ്പക്കോടെ അലോങ് വിത്ത് ദ ബ്ലഡിന്റെ സെൽസ് മാത്രം മാറ്റിയിട്ട് ബാക്കി എല്ലാം ഫിൽറ്റർ ചെയ്ത് ട്യൂബ്യൂൾസിനകത്ത്, കിഡ്നി ട്യൂബ്യൂൾസിനകത്തോട്ട് വരും. ഇവിടുന്ന് പിന്നെയും റീഅബ്സോർബ് ചെയ്ത് വേണ്ടിയ സംഗതികൾ തിരിച്ച് ബോഡിയിലോട്ട് പോവും. ബാക്കി മാലിന്യങ്ങൾ യൂറിനകത്തൂടെ പോകും. ഒരു 1.5-2 ലിറ്റർ യൂറിനകത്തൂടെ ബാക്കി മാലിന്യങ്ങൾ പോവുക. സോ അതുകൊണ്ട് ആ കിഡ്നിയുടെ അസുഖങ്ങൾ ഇത്രയും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ ഷുഗർ, ഫോർ എക്സാമ്പിൾ ഡയബറ്റിക്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. പാലക്കാട് നിന്നും വാസു ആണ് ചേരുന്നത്. വാസു, ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം മേഡം. നമസ്കാരം. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്, കാർഡിയോ പേഷ്യന്റ് ആണ്. ഞാനതിന്റെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഡയബറ്റിക് ഉണ്ട് 15 വർഷമായിട്ടേ. ഇപ്പൊ രാത്രിയില് ഒരു 5 പ്രാവശ്യമൊക്കെ മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കും. മൂത്രത്തിൽ നല്ല പതയാണ്. പതഞ്ഞിട്ട് ഇങ്ങനെ വരും. അല്ല, അപ്പൊ എന്താ മേഡം, ഇത് ഹാർട്ടിന്റെ വിഷയമാണോ അതോ കിഡ്നിയുടെ പ്രശ്നമാണോ എന്ന് അറിയാനാണ്. മൂത്രം പതയുന്നെന്ന് പറഞ്ഞാല് അത് പ്രോട്ടീൻ അതിനകത്തൂടെ പോകുന്നതെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഇപ്പൊ നമ്മൾ പ്രോട്ടീൻ ഉള്ളപ്പോ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് പതയും. ചിലപ്പോൾ ചെറിയ ക്വാണ്ടിറ്റീസ് ആവാം, മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയും. പക്ഷെ ഈ പതയുന്ന യൂറിൻ ആയിരിക്കും അതിന്റെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക്. അപ്പൊ പ്രോട്ടീൻ പോകാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഷുഗർ
നമ്മുടെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ ആൽബുമിൻ ലീക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ സ്പെഷ്യലി ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും ഡയബറ്റിക് ഉള്ളവർക്കും ഇതൊരു മൈക്രോ ആൽബുമിന്യൂറിയ ഓർ ആൽബുമിന്യൂറിയ ഇസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് യുവർ കിഡ്നി ഡിസീസ് ഇസ് കുറച്ച് കൂടുതലായി വരുന്നുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ രാത്രി 4-5 പ്രാവശ്യം എണീറ്റ് യൂറിൻ പാസ് ചെയ്യുന്ന ചിലപ്പോൾ അതുകൊണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് പ്രായമാവുന്ന തോറും പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം കാണും. അപ്പൊ കുറച്ച് തടഞ്ഞു നിൽക്കുന്ന യൂറിൻ കാണും, ഫ്രീക്വൻസി കാണും. അതായിരിക്കും ചിലപ്പോൾ രാത്രി ഇത്രയും പ്രാവശ്യം എണീക്കുന്നത്. അതുകൂടാതെ കിഡ്നി ഡിസീസ് മൈൽഡായിട്ട് കൂടുമ്പോൾ രാത്രിയിലാണ് നമ്മുടെ കൂടുതൽ യൂറിൻ പാസ് ചെയ്യുന്നത്. ആ ഫിസിയോളജിക്കൽ ആയിട്ട് തന്നെ യൂറിൻ ഉണ്ടാവുന്ന കൂടുതലപ്പോൾ രാത്രിയിലാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂറിൻ കൂടുതൽ രാത്രി പോകുന്നുണ്ട്, പതയുന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങളൊരു നല്ലൊരു ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് ക്രിയാറ്റിനും പ്രോട്ടീൻയൂറിയ മൈക്രോ ആൽബുമിന്യൂറിയ ചെക്ക് ചെയ്യണം. അപ്പൊ ഇപ്പോഴേ തടഞ്ഞ് ചിലപ്പോൾ മുന്നോട്ട് ക്രിയാറ്റിനും പ്രോട്ടീൻയൂറിയയും ഒക്കെ കുറച്ചാൽ കിഡ്നിയുടെ ഡിസീസസിന്റെ കിഡ്നിയുടെ ഇൻവോൾവ്മെന്റ് അങ്ങ് കുറഞ്ഞു വരാം. നല്ല ഷുഗർ കൺട്രോള് എല്ലാം ഉണ്ടെങ്കിൽ ഇത് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. മാഡം എനിക്ക് ക്രിയാറ്റിൻ 1.1 ആണ്. അപ്പൊ അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഏകദേശം നോർമൽ ലിമിറ്റ്സാ. പക്ഷെ ഈ നോർമൽ ലിമിറ്റിനകത്താണെങ്കിലും നമ്മുടെ എന്തോ ആൽബുമിൻ പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി ഡയബറ്റിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 3-ലാണെന്നുള്ള മൈക്രോ ആൽബുമിൻ ഉണ്ടോന്ന്. സോ നമ്മൾ ക്രിയാറ്റിനിൻ നോർമൽ ആണെങ്കിലും നമ്മൾ പ്രോട്ടീൻയൂറിയ ഓ മൈക്രോ ആൽബുമിന്യൂറിയ ഉണ്ടോ എന്ന് നോക്കണം. അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് മൈക്രോ ആൽബുമിൻ കുറയ്ക്കാനായിട്ട് ചില മരുന്നുകളുണ്ട്, അത് തുടങ്ങണം. അപ്പൊ പ്രഷറിന്റെ മരുന്നും ഡയബറ്റിക് മരുന്നുകൾ തന്നെ. പക്ഷേ ഇതിനകത്ത് ചില മരുന്നുകൾ പ്രോട്ടീൻ കുറയ്ക്കും, പ്രോട്ടീൻ കുറയ്ക്കും. കിഡ്നി പ്രൊട്ടക്റ്റീവാ എന്ന് വെച്ചാൽ ഈ പറ്റുന്നതെന്ന് വെച്ചാൽ ഡയബറ്റിസ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഫിൽറ്ററിങ് യൂണിറ്റി കൂടെ ഒത്തിരി ഷുഗർ പോയിട്ട് ആ കിഡ്നിയുടെ ഗ്ലോമറുലസിനകത്ത് ചേഞ്ചസ് വന്നിട്ട് ഡാമേജ് വരുന്നുണ്ട് നമ്മുടെ ആ അരിപ്പയ്ക്ക്. അപ്പൊ പ്രോട്ടീൻ ലീക്ക് ചെയ്യാൻ തുടങ്ങും. ഈ പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്നത് കിഡ്നി ഫംഗ്ഷൻ ഹൈപ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഈ കിഡ്നി ഡിസീസ് ഇൻ ഡയബറ്റിസ്. അപ്പൊ അതാവുമ്പോൾ അതിന്റെ ആ ഹൈപ്പർ ഫിൽട്രേഷൻ കുറയ്ക്കാനായിട്ട് ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ചില പ്രഷറിന്റെ മരുന്നായിരിക്കും, ഷുഗറിന്റെ മരുന്നായിരിക്കും. പക്ഷെ സ്പെഷ്യലായിട്ട് ഒരു കാറ്റഗറി ഉണ്ട് പ്രോട്ടീൻ കുറയ്ക്കാവുന്ന. അത് നിങ്ങളുടെ ഫിസിഷ്യനെ കണ്ട് അതുണ്ടോ, അത് എത്രമാത്രം പോകുന്നുണ്ട്, ആ മരുന്നുകൾ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. ഭക്ഷണത്തിന് വല്ല നിയന്ത്രണം വല്ലതൊക്കെ വേണോ? ക്രിയാറ്റിനിൻ കൂടിയിട്ടില്ലെങ്കിൽ നമ്മുടെ GFR ഏകദേശം നോർമൽ ആണെങ്കിൽ നമ്മൾ ഷുഗർ കൺട്രോള് പ്രഷർ കൺട്രോള് നല്ലതായിട്ട് നോക്കിയാൽ മതി. നമ്മുടെ ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ വേണം. ഏറ്റവും അത്യാവശ്യം ഷുഗർ കൺട്രോള് ആൻഡ് ഉപ്പ് കുറയ്ക്കണം, പ്രഷർ കൺട്രോളും വേണം. പിന്നെ ഓഫ് കോഴ്സ് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. പക്ഷെ ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങിയാൽ നമ്മൾ പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ വേണം. ക്രിയാറ്റിൻ നോർമൽ ആയുള്ള സ്റ്റേജിൽ നമ്മൾ ഒരുമാതിരി ഇത് ബാക്കിയെല്ലാം കൺട്രോൾ ചെയ്ത് ഇത് കുറയും. ഡോക്ടർ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യമാണ് പ്രമേഹം എങ്ങനെ വൃക്കകളെ ബാധിക്കും, അല്ലെങ്കിൽ പ്രമേഹം എങ്ങനെ വൃക്കരോഗത്തിന് കാരണമാകുമെന്നൊക്കെ. സത്യത്തിൽ പ്രമേഹം വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ എത്തരത്തിലാണ് പ്രവർത്തനത്തെ ബാധിക്കുന്നത്? ആദ്യമേ തന്നെ ഒത്തിരിയും ഷുഗർ പോകുമ്പോൾ തന്നെ കിഡ്നിയുടെ ആ വൃക്കകളുടെ ഫിൽറ്ററിങ് യൂണിറ്റ്സിന് ജോലി കൂടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫങ്ഷൻ ഇങ്ങനെ അത് ഈ ഷുഗർ വെളിയിലോട്ട് കളയാന്, പിന്നെ അതിനകത്തുനിന്ന് അബ്സോർബ് ചെയ്ത് തിരിച്ച് റീഅബ്സോർബ് ചെയ്യാന്, ഇങ്ങനെ ഹൈപ്പർ ഫങ്ഷൻ ഓഫ് ദ കിഡ്നീസ് വരുന്നുണ്ട്. അപ്പൊ ആ സ്റ്റേജ് ദാറ്റ് ഇസ് നമുക്ക് ഒരു 4-5 വർഷം ഓഫ് ഷുഗർ ഉള്ളപ്പോൾ വെൽ കൺട്രോൾഡ് അല്ലെങ്കിൽ തന്നെ ഇതിങ്ങനെ തുടങ്ങും. ഇത് പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഇൻഡിക്കേഷനാ പ്രോട്ടീൻ പോകുന്നത്, അത് ആൽബുമിൻ പോകുന്നത്. ഇത് കൂടി 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 വന്ന് ഗ്രോസ് പ്രോട്ടീൻയൂറിയ, നമ്മൾ സാധാരണ ടെസ്റ്റുകളിൽ പ്രോട്ടീൻയൂറിയ കണ്ടുപിടിക്കും. മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മുമ്പിലത്തെ സ്റ്റേജാണ്. അതിന് മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്താലേ അത് കാണത്തുള്ളൂ. അപ്പൊ നോർമൽ ടെസ്റ്റിൽ ഈ പ്രോട്ടീൻ കാണത്തില്ല. പക്ഷെ സ്പെഷ്യലൈസ്ഡ് ഒരു എല്ലാ ലാബ്സിലും ചെയ്യുന്ന യൂറിൻ മൈക്രോ ആൽബുമിന്യൂറിയ ഇത് ചെക്ക് ചെയ്തിട്ട് അത് അബവ് എ സർട്ടൻ വാല്യൂ ആണെങ്കിൽ നമ്മൾ
അപ്പൊ അത് ഉടനെ ഒരു വാല്യൂ വെച്ച് നമ്മൾ പേടിക്കണ്ട. നമ്മളത് ഷുഗർ കൺട്രോൾ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് 2-3 പ്രാവശ്യം ഓരോ മാസം ഇന്റർവെല്ലി വെച്ച് നോക്കിയിട്ട് ഇത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ബാധിച്ചിട്ടുണ്ടെന്നുള്ള നമ്മുടെ ഇത് കാണുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തിങ് വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഇതിനെ കുറയ്ക്കാനുള്ള ശ്രമങ്ങളാ നോക്കണ്ടേ. ARB, ACE ഇൻഹിബിറ്റേഴ്സ്, ഡാപ്പാഗ്ലിഫസോൺ, ഇങ്ങനെ പല പല മരുന്നുകളുണ്ട് which can be useful. പക്ഷേ this should be done under the supervision of a physician or a nephrologist or or your treating doctor. Because ഇതിന് തന്നെ വേറെ സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്നുള്ള നമ്മൾ ശ്രദ്ധിക്കണം. ഹൗ ഇറ്റ് എഫക്ട്സ് അസ്. ഇപ്പൊ ഡോക്ടർ പറയുന്ന പോലെ അതിന്റെ പിന്നെ ബാക്കിയുള്ള ചികിത്സ ചെയ്യേണ്ടത്. അപ്പൊ ഇത് കൂടിക്കഴിഞ്ഞാൽ, മൈക്രോആൽബുമിനൂറിയ കൂടിക്കഴിഞ്ഞാൽ ദെൻ കിഡ്നിയെ ബാധിച്ച് പ്രോട്ടീനൂറിയ കൂടും. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഓരോ ഫിൽറ്ററിംഗ് യൂണിറ്റും അടഞ്ഞു പോകും. ദാറ്റ് ഇസ് ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഓർ ഡയബറ്റിക് നെഫ്രോപ്പത്തി കൂടിക്കഴിഞ്ഞാൽ പല പല ഫിൽറ്ററിംഗ് യൂണിറ്റ്സിനകത്ത് ഈ ഗ്ലൈക്കോസിലേറ്റഡ് പ്രോഡക്ട്സ് ഡെപ്പോസിറ്റ് ചെയ്ത് യു ഫൈൻഡ് ദാറ്റ് ദ കിഡ്നിയുടെ ഫിൽറ്ററിംഗ് യൂണിറ്റ്സ് കംപ്ലീറ്റ്ലി അടഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ഫങ്ഷനിങ് ഗ്ലോബുലയുടെ നമ്പർ കുറയും. ഇത് കുറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ക്രിയാറ്റിൻ ലെവൽ കൂടും. അപ്പൊ അത് ഡിഫറെന്റ് സ്റ്റേജസ് ആണ്. സ്റ്റേജ് 1 to 5 ഉള്ള സ്റ്റേജസ് ഓഫ് ഡയബറ്റിക് നെഫ്രോപ്പത്തി. സ്റ്റേജ് 3 നമുക്ക് ആദ്യമത്തെ സൈൻ അറിയുന്നത് ദാറ്റ് ഇസ് മൈക്രോആൽബുമിനൂറിയ. ഓൾറെഡി അപ്പോഴത്തേനും നമ്മുടെ കിഡ്നി ബാധിച്ചിട്ടുണ്ട്. സോ അറ്റ് ദാറ്റ് സ്റ്റേജ് വി ഹാവ് ടു ടേക്ക് എക്സ്ട്രീം പ്രിക്കോഷൻസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് പ്രോഗ്രസ് ഫർദർ. ഡോക്ടർ, വൃക്കകളെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഭക്ഷണം, വ്യായാമം മുതലായ കാര്യങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധ പ്രത്യേകം ചെലുത്തണം? ലൈഫ് സ്റ്റൈൽ അത്യാവശ്യമാണ്. നമ്മൾ ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, അത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാൻ നോക്കണം. സോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 or 3 കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോൾ ഇതെല്ലാം ഒത്തിരി ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യണം. സോ വി ഹാവ് ടു ബി ഹാവ് എ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. ക്രിയാറ്റിൻ കുറച്ച് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് എക്സസൈസും ഒന്നും ചെയ്യാതിരിക്കരുത്. നോർമൽ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. പിന്നെ ഡയറ്റിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ വണ്ണം കുറയ്ക്കാൻ ഓഫ്കോഴ്സ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം. അതുകൂടാതെ ഷുഗർ കൺട്രോളും പ്രഷർ കൺട്രോളും നല്ലതായിട്ടിരിക്കണം. കാണുന്നത് വാട്സാപ്പിലും യൂട്യൂബിലും കാണുന്ന ഓരോരോ ഡിഫറെന്റ് ചികിത്സകൾ കാണും. പക്ഷെ അതും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കിഡ്നിയെ ബാധിക്കാൻ, സ്പെഷ്യലി ഒരു കോംപ്രമൈസ് കിഡ്നി ആണെങ്കിൽ ചിലപ്പോൾ ബാധിക്കും. ഈ ടോക്സിൻസ് എല്ലാം കൂടെ ആ ഉള്ള ഗ്ലോമലൈനെ കൂടെ പോകുമ്പോഴത്തേന് യു ഫൈൻഡ് ദറ്റ് അതിന്റെ ടോക്സിസിറ്റി ലെവൽസ് കൂട്ടി വൃക്കകളെ ഡെഫിനറ്റ്ലി അത് ബാധിക്കാം. ഇതുകൂടാതെ മെനി ഓവർ ദ കൗണ്ടർ പ്രിപ്പറേഷൻസ്, ഫോർ എക്സാമ്പിൾ പെയിൻ കില്ലേഴ്സ്. നമ്മൾ സാധാരണ എപ്പോഴും പറയുക പെയിൻ കില്ലേഴ്സ് നമുക്ക് സിവിയർ പെയിൻ വരുമ്പോൾ നമുക്ക് പെയിൻ മാറ്റാനായിട്ട് ചിലപ്പോൾ നമ്മൾ കഴിച്ചു പോകും. പക്ഷേ ഇത് സ്പെഷ്യലി പേഷ്യൻസ്, കുറച്ച് പ്രായമായവര്, ഡയബറ്റിക്, ഹൈപ്പർടെൻസീവ് ഇങ്ങനത്തെ ആൾക്കാർക്ക് വൃക്കകളുടെ ഫങ്ഷൻ ഷടേന്ന് മോശമാകാം പെയിൻ കില്ലേഴ്സ് എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാൽ. പ്ലാന്റ് ടോക്സിൻസ്, നമ്മൾ വിചാരിക്കുന്ന ഏത് ചെടിയും നമ്മൾ നാച്ചുറൽ സംഗതിയല്ലേ നമുക്ക് കിഡ്നിയെ ബാധിക്കത്തില്ലെന്ന്. പക്ഷേ ഈവൻ ദീസ് ഷുഡ് ബി ലുക്ഡ് ഇൻ ടു. എന്നിട്ട് കാണുന്ന എല്ലാ ചികിത്സയും നമ്മൾ എടുക്കരുത്. വാട്ട് യു ഹാവ് ടു ഡു ഇസ് എപ്പോഴും ഒന്ന് റെഗുലറായിട്ട് വൃക്കയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ റെഗുലറായിട്ടൊന്ന് ചെക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് ഒരു നല്ല ഫിസിഷ്യനെ കാണിച്ച് അതൊന്ന് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. കഴിക്കുന്ന മരുന്നുകൾ റെഗുലറായിട്ടൊന്ന് ശ്രദ്ധിച്ച് ഏതൊക്കെയാ കുറയ്ക്കാവുന്നത്, ഏതൊക്കെയാ കറക്റ്റായിട്ട് എടുക്കേണ്ടത്, ഇതും നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് അറിയാതെ നമ്മുടെ ക്രിയാറ്റിൻ ഷടയെന്ന് 1 or 2 ഷടയെന്ന് 3-4 ആകുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിഷമമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ എക്സസൈസ്, വെയിറ്റ് ഗെയിൻ, ഫാക്ടർ, സ്മോക്കിംഗ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. സ്മോക്കിംഗ് നിർത്തണം, ആൽക്കഹോളിസം കുറയ്ക്കണം. സോ ഓൾ ദീസ് ഹാസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. കിഡ്നി ഡിസീസ് ഉള്ളവർക്കും ടെൻഡൻസി ഉള്ളവർ. ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. എറണാകുളത്ത് നിന്നും അബ്ദുൾ ഖാദറാണ്. അബ്ദുൾ ഖാദർ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോ. കേക്കാം. ഹലോ, പറഞ്ഞോ. എനിക്ക് 77 വയസ്സുണ്ട്. എന്റെ ക്രിയാറ്റിൻ 2.71 ആണ്. അത് കുറക്കാൻ പറ്റുമോ? എന്തോ അസുഖങ്ങൾ, എന്താ ക്രിയാറ്റിൻ കൂടാൻ കാരണം? ഷുഗറോ പ്രഷറോ? BP ഉണ്ട്.
പ്രഷർ ഉണ്ട് അല്ലേ? പ്രഷർ കൺട്രോൾഡ് ആണോ? പ്രഷർ കൺട്രോൾഡ് അല്ലേ? വലിയ എത്ര മരുന്നുകൾ കഴിക്കുന്നുണ്ട് പ്രഷറിന്? എത്ര ഗുളികകള് പ്രഷറിനുള്ള മരുന്നുകള്? പ്രഷറിന് ഇപ്പൊ 2 സൈസ് ഗുളിക കഴിക്കാനുണ്ട്. ശരി. ഇപ്പൊ 77 വയസ്സിൽ സാധാരണ പ്രഷർ വരുന്നത് ഇത് നമ്മുടെ ഓൾറെഡി പ്രായമായിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസിന് കട്ടിയായിട്ട് അങ്ങനെയൊക്കെ വരുന്നതാണ്. 2 ഗുളികയെ ഉള്ളൂ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷെ ക്രിയാറ്റിൻ ഉണ്ടെങ്കിൽ നമ്മളപ്പോ അത് കൂടുതൽ ശ്രദ്ധിക്കണം. അത് നല്ല കൺട്രോൾ ആണോ അതോ ഒരു 130, 80, 85 ഇരിക്കാൻ നോക്കണം. ഹയർ ലെവൽസ് ആണെങ്കിൽ ചിലപ്പോൾ ക്രിയാറ്റിന്റെ ലെവൽസ് ദാറ്റ് ഇസ് കിഡ്നി ഡിസീസ് കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നോക്കണ്ടേ ഈ ക്രിയാറ്റിൻ കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ വൃക്കകൾക്കുള്ള രക്തോട്ടം കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ദാറ്റ് ഇസ് റീനൽ ആർട്ടറി സ്റ്റീനോസിസ്. ഈ ഹാർട്ടിനുള്ള ബ്ലോക്ക് വരുന്ന പോലെ നമ്മുടെ വൃക്കകളുടെ വെസൽസിനകത്തും ഇങ്ങനെ കൊഴുപ്പ് ഒക്കെ തടഞ്ഞിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ മോശമാകാം. അപ്പൊ നമ്മളൊരു അൾട്രാസൗണ്ട് ഓൺ ഡോപ്ലർ അല്ലെങ്കിൽ ഫിസിഷ്യനെ കാണിച്ചിട്ട് അങ്ങനെ വല്ലതും ആണോ കാരണം, അതോ വേറെ എന്തോ കാരണം നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കണം എന്താ കാരണം ഈ ക്രിയാറ്റിൻ കൂടുന്നത്. എല്ലാ ഹൈപ്പർടെൻസിവ്സിനും ക്രിയാറ്റിൻ കൂടത്തില്ല. ഇത്രയും ക്രിയാറ്റിൻ 2.2 ആവുമ്പോൾ എന്താ കാരണമെന്ന് നമ്മൾ ഒരു ഡിറ്റക്റ്റീവ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഡോക്ടർ നോക്കും. ദാറ്റ് ഈസ് വല്ലതും കിഡ്നിയുടെ കുഴപ്പം കൊണ്ടാണോ, രക്തക്കുഴലിന്റെ കുഴപ്പം കൊണ്ടാണോ, നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ കുഴപ്പമാണോ. ഇപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഒരു നെഫ്രോളജിസ്റ്റിനെ കാണിച്ച് ഇത് എന്തുവാ ഇതിന്റെ കാരണം, ഇത് കൂടാതിരിക്കാനോ 2.2 ഇനിയും പിന്നെയും കൂടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, നെഫ്രോളജിസ്റ്റിനെ കണ്ടു. അപ്പൊ അത് ക്രിയാറ്റിൻ കുറയില്ല എന്നാണല്ലോ പറഞ്ഞത്. എന്താ? അല്ല, ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ദേഹത്തു നിന്ന് വരുന്ന ഒരു മാലിന്യമാണ്. നമ്മുടെ മസിലിൽ നിന്ന് വരുന്ന മാലിന്യം എല്ലാവർക്കും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ക്രിയാറ്റിനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. ക്രിയാറ്റിൻ ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ എത്ര ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് എനിക്കും നിങ്ങൾക്കും എല്ലാം ക്രിയാറ്റിനും നമ്മുടെ മസിലിന്റെ മാസ് അനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. കിഡ്നിയുടെ അസുഖം വരുമ്പോ അത് വെളിയിൽ പോകാത്തതുകൊണ്ട് അത് കൂടുന്നതാണ്. അപ്പൊ കിഡ്നിയുടെ അസുഖം എന്താ ഇത് കൂടുന്നത് നമ്മൾ നോക്കണ്ടേ. ക്രിയാറ്റിൻ അതുകൊണ്ടാണ് അത് തടഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കാണണമെങ്കിൽ, അത് അറിയണമെങ്കിൽ പ്രഷർ കൺട്രോൾ വേണം, നല്ല ഡയറ്റ് നോക്കണം. അതുകൂടാതെ എന്താ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കണം. അതിനാണ് ഞാൻ പറഞ്ഞ ഈ ടെസ്റ്റുകൾ. ദാറ്റ് ഈസ് നെഫ്രോളജിസ്റ്റിനെയോ ഫിസിഷ്യനെയോ കാണിച്ചിട്ട് അൾട്രാസൗണ്ട് ഓഫ് ദ കിഡ്നീസ് ചെയ്യണം. രക്തോട്ടം ശരിയാണോ, കിഡ്നിക്കുള്ള രക്തോട്ടം ശരിയാണോ. ഫോർ എക്സാമ്പിൾ ചെറിയ ബ്ലോക്കോ വല്ലതും ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറ്റുന്ന പോലെ ഇതും മാറ്റാം. മനസ്സിലായോ? സോ അത് അപൂർവ, പക്ഷെ ഡെഫിനറ്റ്ലി വരാം. പിന്നെ എൻഡോക്രൈൻ കോസസ് ഉണ്ട്. നമ്മുടെ ഗ്ലാൻസ്, അഡ്രിനൽ ഗ്ലാൻസിൽ നിന്നൊക്കെ വരുന്ന ഹോർമോൺസ് കൊണ്ട് പ്രഷർ കൂടാം. അപ്പൊ നമ്മൾ പല ടെസ്റ്റ് കൊണ്ട് പ്രഷർ കൺട്രോൾ അല്ലെങ്കിൽ, പ്രഷർ കൺട്രോൾഡ് ആണെങ്കിൽ പിന്നെ സമാധാനമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ അതിന്റെ കാരണം, എന്താ ഈ ക്രിയാറ്റിൻ കൂടുന്നതെന്ന് ഒരു ശരിക്കും ഒരു ഡിറ്റക്റ്റീവ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് അത് തടയാൻ നോക്കണം. അപ്പൊ ക്രിയാറ്റിൻ കൂടാനുള്ള ചികിത്സ ഇത് തന്നെ. ദാറ്റ് ഈസ് പ്രഷർ കൺട്രോൾ ചെയ്യണം. പിന്നെ കാരണം എന്തുവാന്ന് കണ്ടുപിടിച്ചിട്ട് അത് തടയാൻ നോക്കണം. നെഫ്രോളജിസ്റ്റ് പറഞ്ഞ ക്രിയാറ്റിന് കൂടിയത് കുറയില്ല എന്ന് പറഞ്ഞാൽ എന്താണത്? അതാ, അത് നമുക്ക് ഓൾറെഡി 2.2 ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഡാമേജ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് കുറയത്തില്ലായിരിക്കും, പക്ഷെ മുന്നോട്ട് അടുത്ത വർഷം 3, പിന്നെ 4, 5 ഇങ്ങനെ ഒരു ഡയാലിസിസിന്റെ സ്റ്റേജ് എത്താതെ നമ്മൾ നോക്കണം. അതിനുവേണ്ടിയുള്ള ഇതാ നമ്മൾ ഓൾറെഡി ഒരു നെഫ്രോളജിസ്റ്റ് ചെക്കപ്പ് ചെയ്തിട്ട് വേറെ ഒരു പ്രത്യേകിച്ച് കാരണം ഇല്ലെങ്കിൽ അപ്പൊ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഡയറ്ററി റെസ്ട്രിക്ഷൻസ്, കിഡ്നിയുടെ ജോലി കൂട്ടാതിരിക്കണം. ഇപ്പൊ ഇതിന്റെ അർത്ഥം 2.2 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ 40% കിഡ്നി ഫംഗ്ഷൻ ഉള്ളൂ. 30 തൊട്ട് 40% കിഡ്നിയെ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ ഈ ഉള്ള വൃക്കയെ ഈ 30-40% ക്ഷീണിപ്പിക്കാതെ നോക്കണം, അസുഖം കൂട്ടിപ്പിക്കാതെ നോക്കണം. അതിനുവേണ്ടിയാ ഡയറ്ററി റെസ്ട്രിക്ഷൻസ്, പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇനിയും കൂടുവാണെങ്കിൽ പൊട്ടാഷ്യം കൂടുന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യം റെസ്ട്രിക്ഷൻ, ഉപ്പ് കുറയ്ക്കണം, തലനീരുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള, പിന്നെ ഷുഗർ ആൻഡ് പ്രഷർ നല്ല കൺട്രോൾ ആയിരിക്കണം. ഇങ്ങനെ ഉള്ളപ്പോ നമ്മൾ അതിന്റെ ആ ക്രിയാറ്റിൻ കൂടുന്നതിന്റെ വേഗത കുറയ്ക്കാം. ഉള്ള ക്രിയാറ്റിൻ അവിടെ ഇരിക്കുമായിരിക്കും. അത് 2.2 ഇരുന്നോട്ടെ, പക്ഷെ എന്നും പറഞ്ഞ് നമുക്ക് ഡയാലിസിസിന്റെ സ്റ്റേജ് ഒന്നും എത്തത്തില്ലോ. അപ്പൊ അത് കൂടാതെ സൂക്ഷിച്ചാൽ മതി. പലപ്പോഴും ഓൾറെഡി ഡാമേജ് വന്നു ഇല്ല പലപ്പോഴും നമുക്ക് ഒക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാതെ മസിൽ മാസ് ഒക്കെ കുറച്ച് ക്രിയാറ്റിനിന്റെ സെക്രീഷൻ കുറയ്ക്കണം. പക്ഷെ അതൊരു ശരിക്കുള്ള ചികിത്സയല്ല. നമ്മൾ ചെയ്യേണ്ട, ഉള്ള ക്രിയാറ്റിൻ ഉണ്ട്, അത്രയും കിഡ്നി ഡാമേജ് ഉണ്ട്, നിങ്ങളുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ
40% ഉള്ളൂ. പക്ഷെ ഇനി മുന്നോട്ട് അത് മോശമാകാതെ നോക്കണം. ഇത് വെച്ച് നമുക്ക് നോർമൽ ജീവിതം ജീവിക്കാം. ഒരു 10-20 വർഷം മുന്നോട്ട് നല്ലതായിട്ട് ബാക്കിയുള്ള എല്ലാം ശ്രദ്ധിച്ചാല്. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. വൃക്കകളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ എന്നിവിടെ ചർച്ച ചെയ്തത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ റീന തോമസ് ആണ്. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.